MES College of Engineering and Technology കുന്നക്കര, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. പെരിയാറിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് AITCയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. പെരിയാറിനെ സംരക്ഷിക്കും, മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പെരിയാർ നദീ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കുക, പെരിയാറിലെ മത്സ്യക്കൂട്ടക്കുരുതി അവസാനിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികൾക്ക് ഗവൺമെന്റ് സാമ്പത്തിക സഹായം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് AITC മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകുന്നു. ഇതിന്റെ ഭാഗമായി പറവൂർ മാർക്കറ്റിൽ ഒപ്പുശേഖരണം നടന്നു. ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ നിർവഹിച്ചു. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. എന്നാൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണുന്നതിനോ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കുന്നതിനോ അതുപോലെ തന്നെ ഈ രാസമാലിന്യം തുറന്നുവിടുന്ന കമ്പനികൾക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനോ ഗവൺമെന്റ് ബന്ധപ്പെട്ട അധികാരികളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ഏലൂർ എടയാർ മേഖലയിലെ നിരവധി വ്യവസായങ്ങളുണ്ട്. ആ വ്യവസായങ്ങൾ അടച്ചുപൂട്ടണമെന്ന അഭിപ്രായം നമുക്കില്ല. വ്യവസായം ഉണ്ടാകണം, കൃഷി ഉണ്ടാകണം, നമ്മുടെ മത്സ്യവുമായി ബന്ധപ്പെട്ട ആ മേഖല നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. അപ്പോൾ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു ജനജീവിതം നമ്മുടെ രാജ്യത്തുണ്ടാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി CK അശോകൻ അധ്യക്ഷത വഹിച്ചു. PM പവിത്രൻ, അച്ചി മട്ടമ്മൽ, MT സുനിൽകുമാർ, PV സുനിൽകുമാർ, ലതാ മുഹമ്മദ്, ഉണ്ണിവാലത്ത്, VD സുനിൽകുമാർ, PV ജോഷി, CS ഭദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.